രണ്ട് വിശേഷപ്പെട്ട കാര്യങ്ങൾ. അതിലൊന്ന് സംഭവിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് സംഭവിക്കാൻ പോകുന്നു. മീനാക്ഷിയുടെ വിവാഹം. ഇനി നമുക്ക് ആ കാര്യത്തിലേക്ക് കടക്കാം. അതെ അതെ. സുഹൃത്തെ, കാർ ഇത്തിരി സ്പീഡിൽ വിടാവോ? എനിക്ക് എത്രയും വേഗം എത്തണം, അതുകൊണ്ടാ. ഇതിൽ കൂടുതൽ സ്പീഡ് വിടാൻ പറ്റില്ല. റോഡ് അത്ര നല്ലതല്ല. സ്നേഹിത, എൻ്റെ മകളുടെ കല്യാണമാണെന്ന്. കൃത്യം 10 മണിക്ക് എനിക്ക് എത്തണം. അതുകൊണ്ടാണ് കാറ് വേഗത്തിൽ വിടാൻ പറഞ്ഞത്. മകളുടെ കല്യാണത്തിന് മുഹൂർത്ത സമയത്ത് എത്തുന്ന അച്ഛനോ? കൊള്ളാലോ. നിങ്ങൾ പറഞ്ഞത് ശരിയാ, തെറ്റെൻ്റെ ഭാഗത്താ. പക്ഷേ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. മുഹൂർത്തത്തിനെത്തിയില്ലെങ്കിൽ മോളുടെ കല്യാണം മുടങ്ങും. പ്ലീസ്, നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇതിൽ കൂടുതൽ വേഗത്തിലൊന്നും എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് തിടുക്കുണ്ടെങ്കിൽ വേറെ വണ്ടി വിളിച്ചു പോകാം. എനിക്ക് വിരോധമൊന്നുമില്ല. ആ, ചില സ്ഥലങ്ങളിൽ സ്പീഡ് എടുക്കാം. നോക്കട്ടെ, എല്ലായിടത്തും ഒന്നും പറ്റില്ല. മുഹൂർത്ത സമയമായില്ലേ പൂജാരി? ആയി. ഞാനതിപ്പോ പറയാൻ തുടങ്ങായിരുന്നു. ആദ്യം വരനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരിക. മാലതി, വരനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യൂ. ശരി അച്ഛാ. അമ്മേ, വൈശാഖിനെ വിളിക്കാച്ച. വാ. അല്ല, അവളെവിടെ? നന്ദിനി? നന്ദിനിയേട്ടത്തി മൈഥിലിയുടെ അടുത്തല്ലേ അമ്മേ? ഓ, വരൻ മണ്ഡപത്തിൽ വരട്ടെ, എന്നിട്ട് വിളിക്കാം. ആ അച്ഛാ, വൈശാഖിനെ കൊണ്ട് എല്ലാവർക്കും ദക്ഷിണ കൊടുപ്പിച്ചോ? ഇല്ല, അതിപ്പോ നടത്താം. ഈ ബഹളത്തിനിടയ്ക്ക് അതിനല്ലായിരുന്നല്ലോ സമയം. ആ, ജഗദീഷ് ചേട്ടന് ദക്ഷിണ കൊടുപ്പിക്കണേ. പിന്നെ ചേച്ചിയുടെ ഭർത്താവല്ലേ, വേണം. താലികെട്ടിന് മുമ്പേ ആ കാശന്റെ വരണം. അല്ലെങ്കിൽ കെട്ട് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അവനിത് ഇവിടെ പോയി. വൈശാഖേ, എടാ വൈശാഖേ. വൈശാഖേ, ആ വാഷ്റൂമിൽ കാണുമായിരിക്കും. ഞാൻ നോക്കിട്ട് വരാം. ആ, ഇപ്പൊ വരും. ആ, പെണ്ണിനെ കൈപിടിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുവരട്ടെ. ചെറുക്കൻ വന്ന മണ്ഡപത്തിൽ ഇരുന്നിട്ട് മതി അക്കാര്യം. അല്ല, ആര് കൈപിടിച്ചു കൊണ്ടുവരും? അച്ഛൻ ഇല്ലല്ലോ. എന്താ അച്ഛനില്ലാത്ത കുട്ടികളുടെ കല്യാണങ്ങൾ നടക്കാറില്ലേ? അച്ഛനില്ലാത്തതുകൊണ്ട് പെണ്ണിനെ മണ്ഡപത്തിലേക്ക് അമ്മ കൈപിടിച്ചു കൊണ്ടുവരും. നന്ദിനി, അമ്മേ, വൈശാഖിനെ കണ്ടായിരുന്നോ? ഇല്ല, അവൻ ആ ഡ്രസ്സിംഗ് റൂമിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അവനിവിടെ ഇല്ല. പിന്നെ അവനോടെ പോയി? വൈശാഖിനെ ഓഡിറ്റോറിയത്തിന്റെ അകത്തും പുറത്തും ഒന്നും കാണാനില്ല. അതെ. ഞാനിപ്പോ വരാം.
മോനെ അമ്മേ സന്തോഷായില്ലേ? സന്തോഷായമ്മേ. ആ കുഞ്ഞിനെ തരട്ടെ. അമ്മേ ഞാനെന്നാ. നാസിന്റെ കയ്യിൽ നിന്ന് നിന്നെ ഏറ്റുവാങ്ങിയത് ഞാനാ. ഇതുപോലെ തന്നെയാ നീയും അന്ന് ഇരുന്നിരുന്നത്. ഇതേ ഛായ. എന്താ അച്ഛൻ കുഞ്ഞിന്റെ ടെൻഷനൊക്കെ മാറിയില്ലേ? മാറിയമ്മേ, താങ്ക്സ്. അമ്മയോടുള്ള ഈ നന്ദി എന്റെ മരണം വരെ ഉണ്ടാവും. എനിക്കൊന്ന് മൈഥിലിയെ കാണാവോ? പിന്നെന്താ, തീർച്ചയായിട്ടും ചെന്ന് കാണാം. നീയേ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോ. കുഞ്ഞിനെ അവള് കണ്ടു കാണില്ല. കാണട്ടെ. ശരി അമ്മേ. ഈ പൊന്നോമന കുഞ്ഞിനെ എനിക്ക് തരാൻ എന്റെ മൈഥിലി എത്ര വേദന അനുഭവിച്ചത്. കാണുമ്പോഴേ അവളുടെ കവിളിൽ ഒരു സ്നേഹ സമ്മാനം കൊടുക്കണം. മിസ്റ്റർ കാർത്തിക്, ഇത് നേരത്തെ എഴുതി തയ്യാറാക്കിയ എഴുത്താ. പോകുമ്പോൾ കൈമാറാന്ന് കരുതി. ഇനി മുതൽ എന്നെ നിങ്ങൾ അന്വേഷിക്കരുത്. ഞാൻ നിങ്ങളുടെ ഭാര്യ പദവി ഉപേക്ഷിക്കുന്നു. ഞാൻ പോകുന്നതിൻ്റെ കാമുകനായ വൈശാഖിനോടൊപ്പമാണ്. നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് ഒത്തിരി കാലം മുമ്പ് ഞാനും വൈശാഖും തമ്മിൽ കാമുകന്മാരായിരുന്നു. എൻ്റെ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കേണ്ടി വന്നു. ഞാൻ ചെമ്പകമംഗലത്തുണ്ടായതുകൊണ്ട് മാത്രമാണ് വൈശാഖു അവിടെ താമസമാക്കിയത്. എങ്കിലും ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ നിങ്ങളെ ഞാൻ വഞ്ചിച്ചിട്ടില്ല. ഇത് നിങ്ങളുടെ കുഞ്ഞ് തന്നെയാ. അതിനാൽ ഈ കുഞ്ഞിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. എൻ്റെ മനസ്സ് നിറയെ വൈശാഖായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പമുള്ള ജീവിതം എനിക്ക് നരക തുല്യമായിരുന്നു. ഞാനും വൈശാഖും തമ്മിലുള്ള ഈ പ്രണയബന്ധത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് മീനാക്ഷി. മീനാക്ഷിയാ ഈ ഒളിച്ചോട്ടത്തിനുള്ള സഹായങ്ങൾ ചെയ്തു തന്നതും. മീനാക്ഷിയോടുള്ള ഞങ്ങളുടെ നന്ദിയും കടപ്പാടും സ്നേഹപൂർവ്വം ഓർക്കുന്നു.
നിങ്ങളുടെ പോലീസ് സുഹൃത്തുക്കളെ കൊണ്ട് എന്നെയും വൈശാഖിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത്. നാണം കെടുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ഒരിക്കലും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലാത്ത മൈഥിലി. അല്ല, ഈ മുഹൂർത്ത സമയം എടുക്കാറായപ്പോൾ ഇവളിത് എങ്ങോട്ടായി പോയത്? ഈ വൈശാഖ് അതിപ്പോ വാഷ്റൂമിലെങ്ങാനും നിങ്ങൾ നോക്കിയോ? എല്ലായിടത്തും അരിച്ചു പറക്കി. അവിടെ എങ്ങും എൻ്റെ മോനെ കാണാനില്ല. പണിക്കരേട്ടൻ എപ്പോഴാ വൈശാഖിനെ ഒടുവിൽ കണ്ടത്? ഞാൻ ചെന്ന് നോക്കുമ്പോഴൊക്കെ അവൻ ആ റൂമിലുണ്ടായിരുന്നു. കാർത്തികല്ലേ ഒരുക്കിയത്. കാർത്തികം കൂടെ ഉണ്ടായിരുന്നു. ഏതായാലും ഞാൻ തെറ്റിദ്ധരിച്ചതുപോലെ അവൻ എന്നെ ചതിച്ചില്ല. അവൻ പോയി. പക്ഷേ അതിന്റെ പേരിൽ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ആവും. അവന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്ന് അവർക്കൊപ്പം അവൻ പുറത്തേക്ക് പോയതാണോ? ഫ്രണ്ട്സ് ആരും വന്നതായിട്ട് കണ്ടില്ല. ഏതായാലും മറ്റുള്ളവർ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നത് വളരെ മോശമായ കാര്യമാണ്. ഇത് എന്തൊരു കഷ്ടമാ ദൈവമേ. ഇവനൊന്നും അത്രയ്ക്ക് വിവരമില്ലേ? സാവിത്രി, എന്തായി? വൈശാഖിനെ കണ്ടോ? വൈശാഖ് അവനെങ്ങും അവിടെ ഇല്ല. കല്യാണ വേഷമൊക്കെ അഴിച്ചു വെച്ചിട്ട് അവൻ അവന്റെ പാട്ടിന് പോയി. പാട്ടിന് പോയെന്നോ? സാവിത്രി ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? ജഗദീഷേ, കല്യാണ മുഹൂർത്തം ആയപ്പോ ഉടുത്തിരുന്ന മുണ്ട് ഷർട്ട് ഊരി വെച്ചിട്ട് പോണമെങ്കിലേ അവൻ ഒരു പോക്ക് പോയതാ. എന്റെ ആങ്ങളെ പറ്റി അപവാദം പറയരുത് കേട്ടോ. നിന്റെ ആങ്ങളെ കാണിച്ച മര്യാദകേടിനെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. അതെങ്ങനെയാ? ഈ നിൽക്കുന്ന കച്ചടകളുടെ മക്കളല്ലേ? ദേ സാവിത്രി, ദേ പെണ്ണുമ്പളെ. നിർത്ത്. ഇത് മത്സ്യ മാർക്കറ്റല്ല ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാൻ. ഇത് മാനാഭിമാനവും സംസ്കാരവും ഉള്ളവർ നടത്തുന്ന ഒരു വിവാഹ ചടങ്ങാണ്. എന്റെ മകൻ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് എനിക്കിപ്പോ അറിയണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യത്തിൽ ഈ വൈശാഖ് എവിടെ പോയിരിക്കുന്നേ? അവൻ പോയി അമ്മേ. അവൻ പോയെന്നോ?
ആ ആ കുഞ്ഞിനെ ഇങ്ങതാ. ഈ ഒച്ചപ്പാടിനകത്ത് കുഞ്ഞിനെ കൊണ്ടുവരരുത്. കുഞ്ഞ് ജനിച്ചിട്ട് 1 മണിക്കൂറായിട്ടില്ല. പതുക്കെ. മോനെ കാർത്തി, മോൻ വൈശാഖിനെ കണ്ടോ? അവൻ പോയി. അവൻ ഒറ്റയ്ക്കല്ല പോയത്. അവന്റെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ട്. അവരൊരുമിച്ച് ജീവിക്കാനാ പോയത്. മറ്റൊരാളോ? അതെ, എന്റെ ഭാര്യ മൈഥിലി. ചതിക്കാനായിരുന്നു അല്ലേ? അല്ലേ അമ്മായി? മോനെ അത് വൈശാഖും മൈഥിലും തമ്മിലുള്ള ബന്ധം നിനക്കറിയാമായിരുന്നു? അത് ഒറ്റ വാക്കിൽ ഉത്തരം.